കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചനാവതരണം നന്ദുവച്ചു കൃഷ്ണ. ഇന്നലെയായിരുന്നു സിദ്ധുവിന്റെ കല്യാണം. നാടും നാട്ടാരും തുടങ്ങി സോഷ്യൽ മീഡിയ പോലും ഭയങ്കര കാര്യമായി ആഘോഷിച്ചു എന്ന് തോന്നുന്നു. ഉയർന്നു വരുന്ന ഒരു വ്യവസായി കല്യാണം കഴിച്ചിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന വ്യവസായ കുടുംബത്തിൽ നിന്ന്. അതിന്റെ കൂടെ കല്യാണം ആഘോഷിക്കാൻ കാശ് കൊടുത്താണെങ്കിലും വരുത്തി വെച്ചിരിക്കുന്ന സെലിബ്രിറ്റികൾ. അങ്ങനെ കല്യാണത്തെ ഒരു വലിയ സെലിബ്രേഷൻ ആക്കി മാറ്റിയിരിക്കുന്നു സിദ്ധു. നാട്ടിലുള്ളതും ചെറുതും വലുതുമായ സോഷ്യൽ മീഡിയ പോരാഞ്ഞ് മറുനാടൻ മലയാളികളുടെ ചാനലുകൾ വരെ അവൻ ഇൻവെസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ഒരൊറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ: ആമ്പൽ. ലോകത്തിന്റെ ഏത് കോണിലിരുന്നാലും അവൾ തന്റെ കല്യാണം കാണണം എന്നുള്ള അവന്റെ വാശി. എത്ര വലിയൊരു പണക്കാരനെയാണ് അവൾ പുറകാലം കൊണ്ട് തള്ളിക്കളഞ്ഞത് എന്ന് ചിന്തിച്ച് ഒരു നിമിഷമെങ്കിലും അവളുടെ മനസ്സ് പിടയണം എന്നുള്ള അവന്റെ ക്രൂരമായ ആഗ്രഹം. റൂമിലേക്ക് കയറി വരുന്നവൻ കാണുന്നത് സോഷ്യൽ മീഡിയയിലെ ഈ വാർത്തകളിലൂടെ വിരലുകൾ പായിക്കുന്ന ആമ്പലിനെയാണ്. എന്താണ് ചക്കരെ, ഒരു മാനസമൈന പാടാനൊക്കെ തോന്നുന്നുണ്ടോ? കയ്യിലിരുന്ന ലാപ്ടോപ്പ് ബാഗ് സൈഡിലേക്കിട്ട് ഷർട്ടിന്റെ മുകളിലത്തെ 3 ബട്ടണും അയച്ചവൻ സോഫയിലേക്ക് വന്നിരുന്നു. ഒപ്പം അവളെയും തോളിലൂടെ പിടിച്ച് തന്റെ നെഞ്ചിലേക്കിട്ടു. സിത്തുവേട്ടനെ ആ കൊച്ചിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ ഹരി? പിന്നെ ഭംഗിയില്ലാതിരിക്കുമോ? കോടികളുടെ പുട്ടിയല്ലേ മോളെ രണ്ടിന്റെയും മുഖത്ത്. അവളെ ഒന്നും കൂടി ചേർത്ത് പിടിച്ച് അവനാ മുഖത്തേക്ക് നോക്കി. നിനക്കെന്താ കൊച്ചെ ഇതൊക്കെ കണ്ടിട്ട് ഒരു വിഷമം തോന്നാത്തത്? ഒന്നുമല്ലെങ്കിൽ നിന്റെ ഒരൊറ്റ അടി കാരണമല്ലേ 4-5 മാസത്തിനുള്ളിൽ ഒരു കല്യാണം തന്നെ നടന്നത്? അവളുടെ തോളിലൂടെ മൂക്കുരസുന്ന നേരം അവൻ കളിയായി ചോദിച്ചു. എന്തേ, എനിക്ക് വിഷമം തോന്നണോ? ചെവി ഇക്കിളി ആയ പോലെ വെട്ടിച്ചുകൊണ്ട് അവൾ കുറുമ്പോടെ ചോദിച്ചു. വേണ്ട, നിന്റെയാ. അതുവരെ കളി പറഞ്ഞു നിന്നവൻ ഒരു നിമിഷം കൊണ്ടാണ് അവൾക്ക് വേണ്ടി സ്വാർത്ഥനായത്. അത് പ്രതീക്ഷിച്ചതുപോലെ അവൾ അല്പം ചരിഞ്ഞതും ചെക്കൻ പിണക്കം വന്ന പോലെ എഴുന്നേൽക്കാൻ തുടങ്ങുന്നുണ്ട്. അവന് എന്ത് കൊനഷ്ട ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ അതിന്റെ ഉത്തരം അവൻ ആഗ്രഹിക്കുന്ന പോലെ കിട്ടിയില്ലെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങളെ പോലെയാണ്, അപ്പൊ പിണങ്ങിക്കളയും. ഇപ്പോഴും അങ്ങനൊക്കെ തന്നെ. അവളെ വിട്ടവൻ എഴുന്നേൽക്കുന്നു എന്ന് കണ്ടതും പെണ്ണ് മൊത്തത്തിൽ തിരിഞ്ഞവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി. വിട്ടെ, ആകെ വിയർത്ത് മുഷിഞ്ഞിരിക്കുക. വെറുതെയാണ് ആ എതിർപ്പെന്ന് അവനും അവൾക്കും ഒരുപോലെ അറിയാം. എനിക്കിഷ്ടാ. എന്ത്? ഈ വിയർപ്പിന്റെ മണോ, പിന്നെ ഈ വിയർക്കുന്ന ആളെയും? മറുപടി അത് തന്നെയാകുമെന്നറിഞ്ഞ് ചോദിച്ച ചോദ്യത്തിന് അവളിൽ നിന്ന് കിട്ടിയ മറുപടി അവനെ പിന്നെയും തെല്ലൊരു അഹങ്കാരിയാക്കി. ഏതൻ ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. PhD കംപ്ലീറ്റ് ചെയ്ത് വാൽനറ്റത്ത് ഒരു ഡോക്ടറേറ്റ് കൂടി കിട്ടിയതുകൊണ്ട് അതിനിപ്പോൾ വലിയ പാടൊന്നുമില്ല. കഴിഞ്ഞ മാസമാണ് ആമ്പലിന്റെ ഹൗസ് സർജൻസി കഴിഞ്ഞത്. PG ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്തോളാം എന്ന് പറഞ്ഞ് നാട്ടിൽ പോയി അശോകനെ ഒന്ന് കണ്ട് മടങ്ങി വന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് ഏതനും ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ കയറിയത്. പെണ്ണിപ്പോൾ ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും അവൾ എന്ന പെണ്ണിനെ ചുറ്റിക്കറങ്ങുന്ന ഒരു ഉപഗ്രഹമാണ് ഏതൻ ഇപ്പോഴും. ഹൗസ് സർജൻസി കൂടി കഴിഞ്ഞതുകൊണ്ട് ഹോസ്റ്റലിൽ നിന്ന് മാറി ഇവിടെ തനിക്കൊപ്പം വാ എന്ന് പറഞ്ഞിട്ടും അത് സമ്മതിക്കാതെ ഹോസ്റ്റലിൽ തന്നെയാണ് പെണ്ണിപ്പോഴും. അതിന്റെ ഒരു വഴക്ക് കൂടി തന്നെ പിണക്കം തീർക്കാനാണ് ഇന്നിപ്പോൾ അവളുടെ ഈ വരവ് പോലും. കുറച്ചു നാളായി പെണ്ണിന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും അവളോട് ഭയങ്കര ഒലിപ്പീരായിരുന്നു. പക്ഷെ സിദ്ധുവിനെ അവൾക്ക് കെട്ടാൻ പറ്റില്ല, അവൾ അവനെ തല്ലി എന്നൊക്കെ അറിഞ്ഞതും കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞു. പിന്നെ വഴക്കായി, ബഹളമായി, പണ്ടത്തെ പോലെ ശാപമായി, ഏതോ ഒരു വസ്തുവിന്റെ പേരിലെ തല്ലായി, ആകെ ജഗ പോക. അങ്ങനെ ഒരു ദിവസം കരഞ്ഞു നിലവിളിച്ച് പെണ്ണ് രാത്രി തന്നെ വിളിച്ചു. അവളുടെ അച്ഛനോടോ വിഷ്ണുവിനോടോ ഒന്നും ചോദിക്കാനും പറയാനും നിന്നില്ല. നേരിട്ട് ഫോൺ ചെയ്ത് അമ്മയ്ക്കും ഒക്കെ ശരിക്കങ്ങ് കൊടുത്തു. ഒപ്പം ഇനി മേലാൽ അവളെ വിളിച്ചു പോകരുന്നൊരു താക്കീതും. അതോടെ തള്ളയ്ക്കും മോൾക്കും കാര്യങ്ങളുടെ കിടപ്പുവശം ഏതാണ്ടൊക്കെ മനസ്സിലായും തോന്നുന്നു. അതോ ഇനി താൻ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് വിഷ്ണു കൂടി വിളിച്ച് ചീത്ത പറഞ്ഞതിന്റെയോ എന്തോ. ഈയിടെയായി അമ്മയുടെയും പെങ്ങളുടെയും സ്നേഹം ഒട്ടും അവക്ക് വരുന്നില്ല. ഒരു പരിധിവരെ അവൾക്കും അതായിരുന്നു മനസമാധാനം. തന്റെ നെഞ്ചിൽ മുഖം വെച്ച് കെട്ടിപ്പിടിച്ചുറങ്ങുന്നവളുടെ മുടിയിഴകൾ ഏതൻ വെറുതെ ചെവിക്ക് പിന്നിലേക്കാക്കി. കഴിഞ്ഞ ദിവസം തമാശയ്ക്കെന്ന പോലെ താൻ അവളോട് ചോദിച്ചിരുന്നു, കല്യാണം കഴിഞ്ഞിട്ട് PG ചെയ്താൽ പോരെയെന്ന്. പക്ഷെ പെണ്ണിന് ആകെ മൊത്തം ഒരു കള്ളത്തരമാണ്. വേണ്ട എന്നൊക്കെയാ പറയുന്നത്. താൻ അറിയാത്ത എന്തോ ഒന്നവളുടെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട്. തന്റെ പെണ്ണല്ലേ, ഇന്നല്ലെങ്കിൽ നാളെ അവൾ പറഞ്ഞു തന്നെ താൻ അറിയുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവൻ പിന്നെ കൂടുതൽ ചിക്കി ചികയാൻ പോയില്ല. നാളുകൾ ഉറങ്ങാത്ത പോലെ തന്നെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങുന്നവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് അവനും അന്ന് നന്നായിട്ട് ഉറങ്ങി. തന്റെ മുന്നിൽ തല കുമ്പിട്ടിരിക്കുന്നവളെ താടി ഉയർത്തി ഏതൻ കണ്ണിലേക്ക് നോക്കി. ഇതെന്താണ്? കയ്യിലിരിക്കുന്ന PG റിസൾട്ടിലേക്ക് നോക്കിക്കൊണ്ടായിരുന്നു അവളുടെ ചോദ്യം. ഒന്നുമില്ല. വെറുതെ തോളുപൊക്കി പറയുന്നവളെ അവൻ നേരെ പിടിച്ചിരുത്തി. ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ ഉറപ്പായിട്ടും കാണും എന്ന് പ്രതീക്ഷിച്ചിരുന്നവളുടെ റാങ്ക് 1000-നോടടുത്ത്.
ഞെട്ടിപ്പോകില്ലേ? അമലു, പറയ്, PGക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് നീ ഇവിടെ നിൽക്കുന്നതെന്നാ പറഞ്ഞത്. നീ കഴിഞ്ഞ 3 മാസം ശരിക്കും ഒന്ന് പോർഷൻസ് നോക്കിയെങ്കിൽ പോലും 500-ന് മുകളിൽ നീ എന്തായാലും എത്തും. ഇതിപ്പോ എന്താ നീ ചെയ്യുന്നേ? എന്താ നിന്റെ മനസ്സില്? കാര്യം മനസ്സിലാവാതെ അവൻ ഇടുപ്പിൽ കൈകുത്തി അവളെ നോക്കി. ഒക്കെ പറയാം, പക്ഷെ ഒരാഴ്ച കഴിഞ്ഞിട്ട്. അവന്റെ മുഖത്ത് പോലും നോക്കാതെ കെട്ടിപ്പിടിച്ച് പെണ്ണ് വിരൽത്തുമ്പ് കൊണ്ട് നെഞ്ചിൽ പോറുമ്പോൾ അവൻ അറിയായിരുന്നു അതെന്തോ വലിയ കാരണമാണെന്ന്. പക്ഷേ ആ ഒരു സസ്പെൻസ് ഒരാഴ്ചക്കപ്പുറം അവന്റെ മുന്നിൽ അഴിഞ്ഞു വീണു. ഞെട്ടിപ്പോയി ഏതൻ. പക്ഷെ പിന്നെയും 4 മാസങ്ങൾക്കപ്പുറമാണ് അതിന്റെ ശരിക്കുള്ള ഞെട്ടൽ ബാക്കി എല്ലാവരിലേക്കും പടർന്നത്. വർഷങ്ങൾക്ക് മുന്നേ എഴുതിയ പരീക്ഷകൾക്കൊക്കെ റാങ്ക് വാങ്ങി, റാങ്കുകൾ എനിക്കൊരു പുത്തരിയല്ല എന്ന് തെളിയിച്ച കൊച്ചുമിടുക്കിയാണ് ഇന്നിപ്പോൾ ഫസ്റ്റ് ടൈമിൽ തന്നെ സിവിൽ സർവീസ് പരീക്ഷയിൽ 9ാം റാങ്ക് വാങ്ങി നമുക്ക് മുന്നിൽ അത്ഭുതം കാണിച്ചു നിൽക്കുന്നത്. പറയൂ മിസ് ആമ്പൽ, സിവിൽ സർവീസ് പരീക്ഷയിൽ 9ാം റാങ്ക്, കേരളത്തിലെ ആദ്യ 10 റാങ്കിൽ 1ാമത്. എങ്ങനെ എങ്ങനെ തോന്നുന്നു ഈ നിമിഷം? ചുറ്റും കൂടിയിരിക്കുന്ന മീഡിയയിലെ ചോദ്യം വന്നതും ആമ്പലുവിന്റെ കണ്ണുകൾ പോയത് തൊട്ടടുത്ത് നിൽക്കുന്ന അശോകനിലാണ്. പറയൂ ആമ്പൽ, ഹൗ ഡു യു ഫീൽ നൗ? അവൾ അശോകന്റെ കൈയിലൂടെ കൈയിട്ട് പിടിച്ചു. അച്ഛാ, അച്ഛന് സന്തോഷായില്ലേ? ചോദിച്ചതും അയാൾ അവളെ കെട്ടിപ്പിടിച്ച് കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞു. ഉള്ളിൽ അന്ന് വരെ അടങ്ങിക്കിടന്ന എല്ലാ സങ്കടങ്ങളും സന്തോഷമായി പുറത്തു വന്ന ആ ഒരു നിമിഷം നോക്കി നിന്ന് എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞുപോയി. മിസ് ആമ്പൽ, എന്റെ അച്ഛന്റെ സന്തോഷം, അതാണ് എനിക്ക് ഈ റിസൾട്ട്. പെൺകുട്ടികളെ പഠിക്കാൻ വിടാതെ കല്യാണം കഴിച്ചു വിടുന്നതാണ് ഓരോ മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ കർമ്മം എന്നിപ്പോഴും ചിന്തിക്കുന്ന കുറെ പേർക്കിടയിൽ നിന്ന് ഒറ്റയ്ക്ക് പോരാടിയാണ് അച്ഛൻ എന്നെ ഇവിടെ വരെ എത്തിച്ചത്. അങ്ങനെ അച്ഛന്റെ തീരുമാനം തെറ്റായിരുന്നില്ല എന്നുറപ്പിക്കാൻ കഴിഞ്ഞതാണ് എന്റെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ സന്തോഷം. അതുപോലെ തന്നെ അറിഞ്ഞോ അറിയാതെയോ എന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം മുട്ടിട്ട് വളർത്താൻ സഹായിച്ച എന്റെ പാതി. മാം മാരിഡ് ആണോ? പെട്ടെന്ന് കൂട്ടത്തിൽ നിന്ന് ഒരാൾ ചോദിച്ചു. കല്യാണം കഴിച്ചാൽ മാത്രമേ പാതിയാകുള്ളൂ എന്ന് ആരാ പറഞ്ഞത്? കല്യാണം കഴിക്കാതെയും ആകാം. നമുക്ക് കാലിടറുമ്പോഴൊക്കെ ചേർത്ത് പിടിച്ചും തളർന്നു പോകുമ്പോൾ കൂടെയുണ്ട് എന്ന് ആശ്വാസം നൽകി ആത്മവിശ്വാസമേകി ഒപ്പം നിൽക്കുന്ന ആളല്ലേ ശരിയായ പാതി? തിരിച്ചു ചോദിച്ച മറുപടിയിൽ ആ ജേർണലിസ്റ്റ് തല ഉലുക്കി. അങ്ങനെ എന്റെ ജീവിതത്തിലെ എല്ലാ അവസരങ്ങളും എന്റെ ഒപ്പം നിന്ന ആളാണ് ഇത്, ഡോക്ടർ ഏദൻ. ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ലെക്ചററാണ്. അതൊരു ഒഫീഷ്യൽ പരിചയപ്പെടുത്തലായിരുന്നു എല്ലാവർക്കും മുന്നിലും. പിന്നെയും ചോദ്യങ്ങളുടെ നിര തന്നെ നീണ്ടു. പഠിത്തത്തെക്കുറിച്ചും ഫാമിലിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ അതിൽ രമ്യയും ആസിയും നൗഫിയും മാഷച്ചനും വിഷ്ണുവേട്ടനും വിനോദേട്ടനും അങ്ങനെ കുടുംബത്തിലെ ഒട്ടുമിക്ക പേരുകളും പലതവണ വന്നുപോയി. അമ്മേ! ഞെട്ടിക്കൊള്ള അഞ്ജുവിന്റെ വിളിയിൽ അടുക്കളയിൽ പാത്രം കഴുകുന്ന മഞ്ജുവിന്റെ കയ്യിൽ നിന്നും ഗ്ലാസ് പാത്രം താഴെ വീണു പൊട്ടി. അത് കണ്ടുകൊണ്ടുവന്ന അഞ്ജുവിന് കലി വന്നെങ്കിലും ആ ഒരു നിമിഷം അതിലും വലുതായിരുന്നു അവളുടെ കയ്യിലിരുന്ന ഫോണിലെ വാർത്ത. അമ്മ ഇത് കണ്ടോ? കൈ മുറിഞ്ഞ ദേഷ്യത്തിൽ എന്തോ ചോദിക്കാൻ വന്നവരുടെ മുന്നിലേക്ക് അവൾ ആ ഫോൺ തിരിച്ചു വെച്ചു. ഇത് ആമ്പലല്ലേ? മഞ്ജുവിന്റെ കണ്ണുകൾ പിഴിഞ്ഞുപോയി. അതൊക്കെ പണ്ട്. ഇപ്പോൾ അവൾ പഴയ ആമ്പലല്ല, IAS ആണ്. എന്ന് വെച്ചാൽ ഒന്നുമില്ല, നാളത്തെ കളക്ടർ. അപ്പോ കഥ അവസാന ഭാഗത്തേക്ക് എത്തി കേട്ടോ. ഇനി കഷ്ടി 1-2 പാട്ട് അതോടാകുമ്പോഴത്തേക്കും ഏതനും ആമ്പലും ഒക്കെ നിങ്ങളെ വിട്ടിട്ട് പോവേ. അതുകൊണ്ട് അതിനു മുന്നേ കഥ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒപ്പം ഉണ്ടാവണേ. പുതിയ കഥകൾ ഇടാനും പറയാനും ഒക്കെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് കൂടുതൽ സന്തോഷം തരുന്നത്. അപ്പൊ കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി. അടുത്ത കഥയുമായിട്ട് പെട്ടെന്ന് വരാം കേട്ടോ.